ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ +2 കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താണ് അതിന് പണ്ടപ്പോൾ ഒരു ദിവസം എനിക്ക് എപ്പോൾ ഒന്നും ഓർമ്മയില്ല. അന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ തൽക്കാലത്തേക്കാട് മാറ്റി വെച്ചത്. നമുക്ക് എന്ത് ചെയ്യുക, ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് പാർട്ട് 2. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഹൗ മെനി ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആർ പോസിബിൾ ഇൻ ദ ഫോളോയിങ് കോർഡിനേഷൻ എൻറ്റിറ്റീസ്? അത് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ കോമ്പൗണ്ട് CR(C2O4) ത്രൈസ് 3-. അപ്പോൾ ഇതിൽ പറയുന്ന ഹിൻഡ് ജോമെട്രിക്കൽ ഐസോമറിസം ഇസ് എക്സിബിറ്റഡ് ബൈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ഓഫ് ദ ടൈപ്പ്. ടൈപ്പ് ഏതിൽ എം എന്ന് പറയുന്ന മെറ്റൽ, എ എന്ന് പറയുന്ന ലിഗാൻഡ് 1, ബി എന്ന് പറയുന്ന ലിഗാൻഡ് 2. MA3B3 ടൈപ്പ്, പിന്നെന്താ MA2B4 ടൈപ്പ് എക്സെട്ര, വേർ എ ആൻഡ് ബി ആർ ദ മോണോഡെൻഡൈറ്റ് ലിഗാൻഡ്സ്. MAA ത്രൈസ് ടൈപ്പ് കോംപ്ലക്സ് ഡസ് നോട്ട് ഷോ, അതായത് ഒരേ സാധനം തന്നെ 2 പ്രാവശ്യം വരുന്നത്. ഡസ് നോട്ട് എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം, ദേ എക്സിബിറ്റ് ഓപ്റ്റിക്കൽ. അയാൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും, പക്ഷേ ഓപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. When similar groups occupy adjacent positions, the isomer is called FAC or cis form. If not, അങ്ങനെ അല്ലെങ്കിൽ അതിനെ പറയുന്ന അങ്ങനെ സിമിലർ ഗ്രൂപ്പ്സ് അഡ്ജസൻറ്റ് പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ഈ പറഞ്ഞ സിസ് ഫോം അല്ലെങ്കിൽ അതിനെ ഫാക് ഐസോമർ എന്ന് പറയുക. അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലാണ് വരുന്നതെങ്കിൽ എന്താണ് അതിനെ മെറ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം. അതായത് നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ സിസിന് പകരം നമ്മൾ ഫാക്ക് എന്ന് ഉപയോഗിക്കുക, അതേപോലെ ട്രാൻസിന് പകരം മെറ് എന്ന് ഉപയോഗിക്കുക. അപ്പോൾ ഫാക്മർ ഐസോമറിസ് എന്നാണ് പൊതുവെ പറയാറ്, ഫാക്മർ ഐസോമേഴ്സ്. നമുക്ക് നോക്കി നോക്കാം. ഈ ഫസ്റ്റിൽ C2O4 ത്രൈസ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞ് എന്താണ് ഈ പറഞ്ഞ ഒരേ ആളിലെ ടൈപ്പാണ്. അതായത് നോക്കി നിങ്ങൾ, ഒരേ ആളാണ് 3 പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണ് പോസിബിൾ അല്ല, ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ. അപ്പോൾ ആ കണ്ടീഷൻ വെച്ചിട്ട് അത് ട്രൂ അല്ല. അടുത്തത് ഈ കോമ്പൗണ്ട് നോക്ക്, CONH3 ത്രൈസ് Cl3. ഇത് നോക്ക്, ഇത് മെറ്റൽ എം, എ എന്ന് പറയുന്ന കോമ്പൗണ്ട് 3 പ്രാവശ്യം, ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് Cl 3 പ്രാവശ്യം. അപ്പോൾ ഈ പറയുന്ന കോമ്പൗണ്ട് യെസ്, ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈസ്. അപ്പോൾ ഇയാൾ എന്തായാലും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അതായത് Cl, അതായത് മറ്റേ നമ്മൾ മെറ്റലിനെ സെൻട്രലാക്കി, അല്ല സെൻട്രൽ മെറ്റലിനെ സെൻട്രൽ എഴുതിക്കൊണ്ട് ഇപ്പോൾ Cl 3 ക്ലോറിൻസ്. അതേപോലെ NH3. ഇത് നമുക്ക് ഈ NH3 എല്ലാം ഒരു സൈഡിൽ, നമ്മളെ Cl3 ടീംസ് എല്ലാം ഒരു സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ പറയുന്ന പേരാണ് ഫാക് ഐസോമർ. അതേപോലെ ഇപ്പോൾ Cl ഓപ്പോസിറ്റ്, NH3 ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് വരുന്ന നമ്മൾ ടീംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറിഡിയൻ എന്നാണ് ഇതിൻ്റെ പേര്, പക്ഷേ നമുക്ക് മെറെന്ന് വിളിച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ ഫാക്ക് മെർ ഐസോമസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. വാട്ട് ഇസ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്? എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആൻഡ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. എന്താണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്? ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലിഗാൻഡ്സ് ഇൻ ഓർഡർ ഓഫ് ദർ ഇൻക്രീസിങ് ഫീൽഡ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഇൻക്രീസിങ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ആ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജീൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയതിന് ആ പറയുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, I- BR-. അപ്പോൾ ഈ I- ഏറ്റവും കുറഞ്ഞ എന്താണ് ഈ CFSE ഇല്ല ആളായിരിക്കും ഈ പറഞ്ഞ കാർബണൈൽ ഗ്രൂപ്പ്. അതായത് CO എന്ന് പറയുന്ന കീറ്റോൺ ഗ്രൂപ്പ് ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പറ്റുമെങ്കിൽ ഈ ഒരു ഓർഡർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ഇത് പഠിക്കുക. അപ്പോൾ എന്താണ് വീക്ക് ഫീൽഡ് ലിഗാൻഡ്, എന്താണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്? അതായത് സിമ്പിളാണ്. ഈ പറഞ്ഞ CSF കുറഞ്ഞ വാല്യൂ ഇല്ല ആൾക്കാർ നമ്മൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയും. അപ്പോൾ ഈ I-, BR- അപ്പോൾ എന്തായിരിക്കും കുറഞ്ഞായതുകൊണ്ട്, SCN- ഇയാളെല്ലാം വീക്ക് ഫീൽഡ് ആയിരിക്കും. അതേപോലെ എന്താണ് വേർ ഈസ് ദ ലിഗാൻഡ്സ് വിത്ത് ലാർജ് വാല്യൂ ഓഫ് CSFR അല്ല CFSR കോൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. ഈ CN-, ഈ EN എന്ന് പറയുന്ന ഗ്രൂപ്പ്, NH3, EDTA, CO ഇവരെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടില്ല എന്താണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ആയിരിക്കും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി? ഇതിനെപ്പറ്റി CFSE പറ്റി പറയല്ലോ. അപ്പോൾ എന്താണ് ഈ CFSE? ഹൗ ഡസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ΔE0? അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് Δ0. അതെങ്ങനെയാണ് ഡിസൈഡ് ദ ആക്ച്വൽ കോൺഫിഗറേഷൻ ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ എ കോർഡിനേഷൻ എൻറ്റിറ്റി? ഇതെങ്ങനെയാണ് നമ്മുടെ ഡി ഓർബിറ്റൽസിലെ കോർഡിനേഷൻ അല്ല കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? വെൻ ലിഗാൻഡ്സ് അപ്രോച്ച് ട്രാൻസിഷൻ മെറ്റൽ ആയതുകൊണ്ട് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ഇൻ 2 സെറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് എന്താണ് 2 സെറ്റായിട്ട് മാറും. T2Gയും EG ആയിട്ട് മാറും. അപ്പോൾ ഒന്നിനപ്പോൾ എന്തായിരിക്കും ഹയർ എനർജി ആയിരിക്കും, ഒന്നിന് ലോവർ എനർജി ആയിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ കേസ്. ഇതിൽ ഒന്നിന് അപ്പോൾ ഹയർ എനർജി വരും, മറ്റേതിന് ലോവർ എനർജി ആയിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ തമ്മിൽ, അതായത് ഈ ഹയർ എനർജിയും ഇത് ഹയർ ഇത് ലോവർ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസ് ഇൻ എനർജി, ആ പറയുന്ന എനർജി ഡിഫറൻസിനാണ് ഏതെന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ΔO ഫോർ ഒക്ടാഹെഡ്രൽ ഫീൽഡ് ആൻഡ് ΔT ഫോർ ടെട്രാഹെഡ്രൽ ഫീൽഡ്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സസിൻ്റെ കേസിൽ ΔT എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുക. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ ΔO എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുക. O ഫോർ ഒക്ടാഹെഡ്രൽ, T ഫോർ ടെട്രാഹെഡ്രൽ. അതായത് ഈ ΔO ലെസ് ദെൻ P എന്ന് പറയുന്നത് എന്താ, പെയറിങ് എനർജി. അവർ പെയർ ചെയ്യാൻ ആവശ്യമായില്ല എനർജി. അപ്പോൾ എന്താ
delta 0 less than p, the fourth electron enters one of the easy orbitals, giving a configuration of T2 G3 Eg1, thereby forming high spin complex. Such ligands for which delta 0 less than p are known as weak field ligands. അപ്പോൾ എന്താ ഈ പറഞ്ഞ, അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താണ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു ഇലക്ട്രോൺ ഇവിടെ കയറി, അടുത്ത ഇലക്ട്രോൺ ഇവിടെ കയറി, അടുത്ത ഇലക്ട്രോൺ ഇവിടെ കയറി, പിന്നെ എന്താ ഇത് വീക്ക് ഫീൽഡ് ആയതുകൊണ്ട് അടുത്ത ഇലക്ട്രോൺ ഇവിടെ പെയറപ്പ് ആവാൻ വേണ്ടി പറ്റില്ല, ഇയാൾ നേരെ മുകളിലേക്ക് കയറിപ്പോവും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ കയറി. അപ്പോൾ എന്താവും T2 G, ഇവിടെ 3 ഇലക്ട്രോണുണ്ട്, 3, പിന്നെ ഇവിടെ എന്താ 1. അപ്പോൾ അതാണ് ഈ പറഞ്ഞ എന്താണ് ഹൈ സ്പിൻ കോംപ്ലക്സസ് അല്ലെങ്കിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡിൻ്റെ സ്ഥിതി. അതേപോലെ ഡെൽറ്റ 0 ഗ്രേറ്റർ ദാൻ പി. അപ്പോൾ ഈ CSFE ഗ്രേറ്റർ ദാൻ പെയറിങ് എനർജി ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതേ കേസ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് എഴുതാം. ഇതിങ്ങനെ T2G, ഇത് ഈസി അല്ലേ, അപ്പോൾ ഈസി ആകുമ്പോൾ ദ ഫോർത്ത് ഇലക്ട്രോൺ പെയർസ് അപ്പ് ഇൻ വൺ ഓഫ് ദ, അതായത് 1, 2, 3. ഈ ഇലക്ട്രോൺ വരുമ്പോൾ എന്താ ഇവിടെ മുകളിലേക്ക് പോകണ നേരെ ഇവിടെ കയറിയിട്ട് അറ്റാച്ച് ആവും, അതായത് ഈ ആളായിട്ട് പെയറപ്പ് ആവും. അപ്പോൾ മുകളിൽ കയറണ നേരെ എന്താ താഴെ പെയറപ്പായി. അപ്പോൾ എന്താ ദേ ആർ കോൾഡ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ്, പിന്നെന്താ ലോ സ്പിൻ കോംപ്ലക്സസ്. ഇതാണ് ഇതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ വയലറ്റ് കളർ ഇൻ ദ കോംപ്ലക്സ് Ti. ഇതെന്ന ടൈറ്റേനിയം H2O 6 times 3+ അയോൺ ഇൻ ബേസിസ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഈ തിയറി വെച്ചിട്ട് നമ്മൾ വയലറ്റ് കളറിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ എന്താ ഇൻ Ti H2O6. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഇതിപ്പോൾ വാട്ടറിനത് -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അപ്പോൾ ഇത് -6 ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞത് ടൈറ്റേനിയം +3 കാണിക്കണേന് ഓവറോൾ ഒരു ചാർജ് എന്താണ് അല്ല മറ്റേ ഇത് അല്ല ഒരു മിനിറ്റ് എന്നോട് മാറിപ്പോയി. ഈ പറഞ്ഞ വാട്ടറിന് പ്രത്യേകിച്ച് ചാർജില്ല, അപ്പോൾ വാട്ടർ ന്യൂട്രലാണ്. അപ്പോൾ ഈ +3 എന്ന് പറയുന്നത് ആരെ ചാർജ് ആയിരിക്കും, അല്ല ആരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും, ടൈറ്റേനിയത്തിന്. എന്നോട് ചെറുതായിട്ട് മിസ്റ്റേക്ക് കിട്ടിയതാണ്. ഈ പറയുന്ന വാട്ടറിന് 0 ആണ് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Ti3+ എന്ന് പറയുന്നത് 3D1. ആക്ച്വലി അത് 4s2 3D2 ആയിരുന്നു. അപ്പോൾ അതായത് 3 ഇലക്ട്രോൺസ് അപ്പോൾ പോയപ്പോൾ 2 ഇലക്ട്രോൺസ് ഇവിടുന്ന് പോയി, 1 ഇലക്ട്രോൺ ഇവിടുന്ന് പോയി, ഇപ്പോൾ 3D1 ആയിട്ട് മാറി. അപ്പോൾ എന്താ ഇതിൻ്റെ 3Dൻ്റെ 5 ഓർബിറ്റ് അനുസരിച്ച് അപ്പോൾ 1 ഇലക്ട്രോൺ ഇതെല്ലാം കാലിയാണ്, 4s കാലി, 4p എല്ലാം കാലി. അപ്പോൾ TiH2O6 3+ ഹാസ് 1 അൺപെയർഡ് ഇലക്ട്രോൺ. ഇയാൾ അൺപെയർഡ് ആയിട്ട് എന്താണ് സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആളാണ്. ദിസ് അൺപെയർഡ് ഇലക്ട്രോൺ വെൻ എക്സൈറ്റഡ്, ഇയാൾ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം T2G ലെവൽ ടു EG ലെവൽ അബ്സോർവ്, അയാൾ ഇങ്ങനെ എന്താണ് എനർജീനെ അബ്സോർവ് ചെയ്തിട്ട് എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ എനർജീനെ അബ്സോർവ് ചെയ്തിട്ട് മുകളിലേക്ക് പോകും. ഈ T2Gയിലെ ലെവലിൽ ആൾ നേരെ EGയിലേക്ക് വരും. അബ്സോർവ് യെല്ലോ ലൈറ്റ് ആൻഡ് ഹെൻസ് അപ്പിയേഴ്സ് വയലറ്റ് കളർ. എന്നിട്ട് എന്ത് ചെയ്യും, ഇയാൾക്ക് തോന്നുകയാണ് എനിക്കിപ്പോൾ എന്താണ് ഇവിടെ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, എന്നിട്ട് തിരിച്ചു വരാൻ തോന്നിക്കഴിഞ്ഞാൽ ഇയാൾ എന്തായാലും കയ്യിൽ കുറച്ച് എനർജി കിട്ടിയിട്ടുണ്ടാവില്ല മുകളിലേക്ക് പോകണമെങ്കിൽ, അതിനെ നേരെ എന്ത് ചെയ്യും റിലീസ് ചെയ്യും. അതാണ് നമ്മൾ ഈ പറഞ്ഞ വയലറ്റ് കളറായിട്ട് കാണുന്നത്. വയലറ്റ് കളർ ആക്ച്വലി എൻ്റെ അടുത്ത് പെൻ ഉണ്ടായിരുന്നു കാണിക്കണ്ടെങ്കിൽ, പക്ഷേ വയലറ്റ് പെന്നിപ്പം കാണുന്നില്ല ലാക്കിൻ്റെ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റിന് വാട്ട് ഇസ് മെൻ ബൈ ചീലേറ്റിംഗ് എഫക്റ്റ്, ഗിവ് എൻ എക്സാമ്പിൾ. എന്താണ് ചീലേറ്റ് എഫക്റ്റ്? വെൻ എ ഡൈഡൻഡേറ്റ് ഓർ പോളിഡൻഡേറ്റ് ലിഗാൻഡ് contains donor atoms positioned in such a way that when they coordinate with the central ion, a 5 or 6 membered ring is formed. The effect is known as chelate. അതായത് ഒരു റിംഗ് ഫോർമേഷൻ നടക്കുന്നുണ്ടെങ്കിലാണ് അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് നമ്മൾ ചീലേറ്റിംഗ് ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ അതിന് പറയുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ചീലേറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈഡൻഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇത് ഈ പറഞ്ഞ അല്ലെ പോളിഡൻഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഹാസ് മോർ ദാൻ 1 ഡോണർ ആറ്റം. അപ്പോൾ എന്താ ഡോണർ ആറ്റം കൂടുതലായിട്ടുണ്ട്, 2 കൂടുതലുണ്ട്, അതാണല്ലോ പോളിഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ. അതിനെങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, അയാൾ സെൻട്രൽ മെറ്റലായിട്ട് ഇങ്ങനെ എന്താണ് കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ബോണ്ടിങ്ങിൽ വരുന്ന സമയത്ത് ഒരു 5 അല്ലെങ്കിൽ ഒരു 6 മെമ്പേർഡ് ആയിട്ട് റിംഗ് ഫോർമേഷൻ നടക്കും. അങ്ങനത്തെ ഈ പറഞ്ഞ ഞാൻ പറയില്ല കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ഈ ചീലേറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ എന്താ നമുക്ക് എക്സാമ്പിളായിട്ട് എന്താ എടുക്കാം, ഈ PTCl2 EN നമുക്ക് വേണ്ടിയെങ്കിൽ ഒരു ചീലേറ്റിംഗ് ഗ്രൂപ്പായിട്ട് പരിഗണിക്കാം. അപ്പോൾ എന്താ അല്ല PTEN അല്ലേ, ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, Cl അപ്പോൾ PT നടുക്ക് എഴുതി, പിന്നെ എന്താ Cl2 എന്ന് പറയുമ്പോൾ Cl പിന്നെ എന്തുണ്ട് ഈ പറഞ്ഞ EN എന്ന് പറയുന്നത്. അപ്പോൾ എന്താ NH2 CH2 CH2 NH2 അല്ല, അതായത് CH2 NH2 ഇതിനെ പറയുന്ന പേരാണല്ലോ EN ഗ്രൂപ്പ്. അതിൻ്റെ പേര് എനിക്ക് എന്നതിൽ മറന്നു, എന്തോ ഇതിൻ്റെ എന്താണ് 2,2 ഡൈ അമീൻ എന്താണ് ഈതീന്നാറ്റെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ എന്താ ഈ സാധനം ഈ നൈട്രജന് എന്താണ് ഇയാളായിട്ട് ബോണ്ടിങ്, ഈ നൈട്രജന് ഇയാളായിട്ട് ഒരു കോർഡിനേറ്റ് ബോണ്ടിങ്ങിനെ വലിക്കുന്നുണ്ട്. ഇത് H2 ഉണ്ട്, ഇവിടെ H2 ഉണ്ട്. അപ്പോൾ എന്ത് നടക്കുന്നുണ്ട്, 1 2 3 4 5 നിങ്ങളെ നോക്ക്, ഇത് ഈ കാണുമ്പോൾ ഒരു ഏകദേശം ഒരു റിങ് ഫോർമേഷൻ പോലെ ഉണ്ട്. അതായത് തമ്മിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു 5 ഫോർമിൽ റിങ് ആയിട്ട് മാറിയില്ല. അതായത് പ്ലാറ്റിനം നൈട്രജൻ CH2 നൈട്രജൻ പിന്നെ എന്താ പ്ലാറ്റിനം, അതായത് ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചർ ഇങ്ങനത്തെ ഫോം ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് പറയുന്നത്, ഇതൊരു ചീലേറ്റ് എഫക്റ്റ് അല്ലെ ചീലേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ ഇതേ എക്സാമ്പിൾ തന്നെ എഴുതി കൊടുക്കാം. വേറെ എന്തെങ്കിലും നിങ്ങൾ എക്സാമ്പിൾ ഇനി ടെക്സ്റ്റ് നോട്ട് ബുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും എഴുതി കൊടുക്കാം. എനിക്കൊന്ന് ഇത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ PtCl2En. ഇത് നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ എക്സാമ്പിളായിട്ട് എഴുതി കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒറ്റയെങ്കിലും 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. വൈ ആർ ലോ സ്പിൻ ടെട്രാഹൈഡ്രൽ കോംപ്ലക്സസ് നോട്ട് ഫോംഡ്? അപ്പോൾ ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് എന്തുകൊണ്ട് ഫോം ചെയ്യപ്പെടുന്നില്ല? ഫോർ ടെട്രാഹൈഡ്രൽ കോംപ്ലക്സസ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി CSFE ആ സാധനം ഇസ് ലോവർ ദാൻ പെയറിംഗ് എനർജി. അപ്പോൾ ഈ ഡെൽറ്റ ടി ഇസ് ലെസ് ദാൻ പി. നമ്മൾ പഠിച്ചതിൻ്റെ പി ആണ് പെയറിംഗ് എനർജി. സോ അപ്പോൾ എന്താ ഈ ഒരു കണ്ടീഷൻ, അതായത് പെയറിംഗ് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം, നമ്മളെ കൊടുക്കുന്ന ആ പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡിന് എനർജി പെയറിംഗ് എനർജീനെക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് നടക്കില്ല, കോംപ്ലക്സ് ഫോർമേഷനാണ് നടക്കില്ല. ഇതാണ് എൻ്റെ റീസൺ. ജസ്റ്റ് ഡെൽറ്റ ടി ലെസ് ദാൻ പി വേർ പി സ്റ്റാൻഡ്സ് ഫോർ പെയറിംഗ് എനർജി. ഇതങ്ങ് എഴുതി കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ മാർക്കായി പെയറിംഗ് എനർജി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് കോംപ്ലക്സ് അയോൺസ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്പ്ലിറ്റിംഗ് എനർജി അല്ല ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. അപ്പോൾ നമുക്കറിയാലോ ഇതിവിടെ എന്തെല്ലാം ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഉണ്ട്, CN- ഉണ്ട്, NH3 ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പറയുന്ന ഓർഡർ നിങ്ങൾ ഓർമ്മിച്ച് നോക്ക്. അപ്പോൾ എന്താ അതിൽ ക്ലോറിൻ ആയിരുന്നു ലീസ്റ്റ് വരുന്നത്. ക്ലോറിന് കഴിഞ്ഞിട്ടാണ് നൈട്രജൻ വരുന്നത്. നമ്മൾ ഈ CN- കാണിച്ചു തരാം. അത് ആ ഓർഡർ ഒന്നും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. എടുപ്പ് ഇതാ CN- ഇയാൾ ഫസ്റ്റിനെക്കാട് തൊട്ട് മുൻപ് സെക്കൻഡ്, ഇയാൾ 4th പൊസിഷനിൽ. ഈ CL- ഇങ്ങനെ വേറെ അടിയോ ഇല്ലത്. അപ്പോൾ ഇയാൾ ലീസ്റ്റ് വരൂ. CL- ഇസ് ലെസ് ദൻ NH3 ലെസ് ദൻ CN-. യെസ്, ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് ഞാൻ കുറേ നേരം 2 ക്വസ്റ്റ്യൻ എന്ന് പറയാം. നമുക്ക് ഈ ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് കളർ ഓഫ് ദ കോംപ്ലക്സ് ആൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ബൈ ദ കോംപ്ലക്സ്? അതായത് ഒബ്സർവ്ഡ് കളർ ഓഫ് കോംപ്ലക്സും വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് തമ്മിലുള്ള എന്താണ് റിലേഷൻഷിപ്പ് എന്താ? വെൻ വൈറ്റ് ലൈറ്റ് ഫോൾസ് ഓൺ ദ കോംപ്ലക്സ്, വൈറ്റ് ലൈറ്റ് കോംപ്ലക്സിനോട് വീഴുന്ന സമയത്ത് സം പാർട്ട് ഓഫ് ഇറ്റ് ഇസ് അബ്സോർവ്. അതിൻ്റെ ചില നമ്മൾ വിബ്ജോർ എന്നാണല്ലോ പറയുക. അതിൽ ചില കളേഴ്സിനെ അബ്സോർവ് ചെയ്യും. ഹയർ ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി, ലോവർ വിൽ ദ വേവ് ലെങ്ത് അബ്സോർബ്ഡ് ബൈ ദ കോംപ്ലക്സ്. ഇതിപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അപ്പോൾ അതിന് എന്തായിരിക്കും ഈ പറഞ്ഞ ഇത് കൂടുതലായിരിക്കും ഏത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. അപ്പോൾ അത്രത്തോളം വേവ് ലെങ്ത്ത്, അപ്പോൾ അബ്സോർവ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, അല്ലെ വേവ് ലെങ്ത്ത് കുറവായിരിക്കും. ദ ഒബ്സർവ്ഡ് കളർ ഓഫ് കോംപ്ലക്സ് ഓഫ് ഈസ് ദ കളർ ജനറേറ്റഡ് ഫ്രം ദ വേവ് ലെങ്ത് ലെഫ്റ്റ് ഓവർ. ഈ ബാക്കി ആയിപ്പോന്ന, അതായത് അബ്സോർവ് ചെയ്ത് കുറച്ച് വേവ് ലെങ്ത് അബ്സോർവ് ചെയ്ത് ബാക്കി ആയിപ്പോന്ന കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടാവല്ലോ. ബാക്കി ആയിപ്പോന്ന നമ്മൾ ബാക്കി ആയിപ്പോന്ന കേക്ക് എന്നെല്ലാം പറയുന്ന മാതിരി ബാക്കി ആയിപ്പോന്ന കുറച്ച് വേവ് ലെങ്ത് ഉണ്ട്. അത് ആ പറയുന്ന ഇതാണ് നമ്മൾ എന്തായിട്ട് കാണുക, കളറായിട്ട് നമ്മൾ കാണുന്ന കളറായിട്ട് കാണും. സോ അബ്സോർപ്ഷൻ ഓഫ് വേവ് ലെങ്ത്, ദെൻ വാട്ട് ഈസ് ലെഫ്റ്റ് ഔട്ട് അല്ലെ വാട്ട് ഈസ് ലെഫ്റ്റ് ഓവർ ദാറ്റ് വേവ് ലെങ്ത് ഈസ് കളർ ഈസ് ജനറേറ്റഡ് ഫ്രം ഇറ്റ്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വൈ ആർ ഡിഫറെൻറ്റ് കളേഴ്സ് ഒബ്സർവ്ഡ് ഇൻ ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ഫോർ സെയിം മെറ്റൽ ആൻഡ് സെയിം ലിഗാൻസ്? ഓക്കെ, എന്താണ് ഒക്ടാഹെഡ്രലും ടെട്രാഹെഡ്രൽ കോംപ്ലക്സസിൽ എന്താണ് ഒരേ മെറ്റലും ഒരേ ലിഗാനും പക്ഷേ വേറെ വ്യത്യസ്ത കളറുകളാണ്. അപ്പോൾ അതിൻ്റെ റീസൺ നോക്കാം. ഡെൽറ്റ ടി സിക്കൽ 4/9 ഇൻറ്റു ഡെൽറ്റ ഒ എന്ന് പറയുന്ന ഒരു റിലേഷൻ നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഹയർ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇസ് ഒബ്സർവ്ഡ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ദെൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ഫോർ സെയിം മെറ്റൽ ആൻഡ് ഇത് നമ്മളപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഹയർ ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി, ലോവർ റിലീവ് ദ വേവ് ലെങ്ത് അബ്സോർബ്ഡ്. അപ്പോൾ എന്താ ഹയർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇസ് അബ്സോർബ്ഡ് ഇൻ ഏത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ദെൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ഫോർ ദ സെയിം മെറ്റൽ ആൻഡ് ലിഗാൻസ്, ദസ് ഡിഫറെൻറ്റ് കളേഴ്സ് ആർ ഒബ്സർവ്ഡ്. അതായത് ഇവർ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത്തിൽ വ്യത്യാസമുണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും എഴുതി കൊടുക്കുക, ഡിഫറൻസ് ഇൻ അബ്സോർപ്ഷൻ ഓഫ്, നിങ്ങളിങ്ങനെ വലിയ കഥയൊന്നും എഴുതണ്ട, ഡിഫറൻസ് ഇൻ എന്താണ് അബ്സോർപ്ഷൻ ഓഫ് ഏത് വേവ് ലെങ്ത്ത്. അപ്പോൾ ദാറ്റ് ഈസ് വൈ ദർ കളേഴ്സ് ആർ ഡിഫറെൻറ്റ് കളേഴ്സ് ആർ സീൻ ഇൻ ദം. അപ്പോൾ എന്നിട്ട് അബ്സോർപ്ഷൻ ഓഫ് വേവ് ലെങ്ത് അല്ലേ, വേവ് ലെങ്ത് ലാംഡ. ഇത്ര എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിന് 2 മാർക്കിങ് കിട്ടും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത ഇതിൽ കാണാം.